എക്സാലോജിക്കും CMRലും നടത്തിയ സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേടുണ്ടെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തൽ. CMRലിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ അടക്കം പ്രതി ചേർത്ത് SFIO കമ്പനികാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് പരിഗണിച്ച കമ്പനികാര്യ മന്ത്രാലയം പ്രതി ചേർത്തവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി. വീണ വിജയനെ കൂടാതെ CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P. സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി. സേവനം നൽകാതെ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി CMRൽ നിന്നും സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നും 2,70,00,000 രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ഈ ഇടപാട് ക്രമക്കേടെന്നാണ് SFIOയുടെ വിലയിരുത്തൽ. ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിൽ വീണ വിജയനും ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും CMRലിനുമെതിരെ കമ്പനികാര്യ നിയമം സെക്ഷൻ 447 വകുപ്പാണ് ചുമത്തിയത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണിത്. ക്രമക്കേട് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ SFIO സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെയോ ചെന്നൈയിലെയോ കോടതിയിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്യും. അടുത്ത ദിവസങ്ങളിൽ അതിന്റെ നടപടികളുണ്ടാകും. തുടർന്ന് കോടതി പ്രതികൾക്ക് സമൻസ് അയച്ച് വിചാരണ നടപടികളിലേക്ക് കടക്കും. ഈ ഘട്ടത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് തടസ്സമില്ല. മാത്രമല്ല ED, CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്കും രംഗപ്രവേശം ചെയ്യാം. CMRൽ 182 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയും കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കിയും വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് ഈ ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. ഈ 2 കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ്. ഇതിൽ ശശിധരൻ കർത്തയ്ക്കും CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ പണിക്കർക്ക് 13 കോടി രൂപ അനർഹമായി കമ്മീഷൻ ഇനത്തിൽ നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിലും സെക്ഷൻ 447 വകുപ്പ് പ്രത്യേകമായി ചുമത്തി. 2024 ജനുവരിയിലാണ് SFIO ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയത്. 14 മാസങ്ങൾക്ക് ശേഷമാണ് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലയ്ക്കാൻ കെൽപ്പുള്ള സുപ്രധാന നീക്കത്തിലേക്ക് SFIO കടന്നിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ അസ്വാഭാവികത ആദ്യം കണ്ടെത്തിയത്. തുടർന്നാണ് അന്വേഷണം SFIOയിലേക്ക് എത്തിയത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.